ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ബേസിക് ടേംസുകളാണ്. ഈ ടേംസ് അറിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വാക്ക് കേട്ടാൽ തന്നെ അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ബേസിക് ടേംസ് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ബികോം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ ബികോമാരാണ് എല്ലാവരും, ക്വാളിഫിക്കേഷൻ ബികോം കഴിഞ്ഞവരല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ടേംസ് അറിയാവുന്നതാണ്. ഇൻ കേസ് അറിയാൻ വയ്യാത്തവരോ അല്ലെങ്കിൽ ഒരുപാട് നാളിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒന്ന് പഠിക്കാൻ വന്നവർക്കോ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അവർക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ടേംസ് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു ബിസിനസ്സിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബേസിക് ടേംസ് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഏത് ബിസിനസ് ആയിരിക്കും? നിങ്ങളുടെ ഐഡിയ പറയാമോ? അതായത് നിങ്ങളൊന്ന് ആലോചിക്കും, മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ഈ പറയുന്ന ടേംസ് സെയിം തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് അതായത് ഞാൻ എടുക്കുന്ന ബിസിനസ്, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ടൊരു ബിസിനസ് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ടല്ല എൻ്റെ എക്സാമ്പിൾ വേറെ ആയിരുന്നു, അപ്പോൾ എൻ്റെ ടേംസ് വേറെയാണോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ബിസിനസ്സും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന എല്ലായിടത്തും ഈ ടേംസ്, ബേസിക് ആയിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ്. ഒരാളുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബിസിനസ് മാറുന്നതിനനുസരിച്ചിട്ട് ടേംസ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് വെക്കുക എന്താണ് തുടങ്ങുന്നതെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി, റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങാം. അപ്പോൾ ആ ബിസിനസ്സിലേക്ക് എന്ത് വേണം? ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണമായിരിക്കും? കുറച്ച് പൈസയോ അല്ലെങ്കിൽ കുറച്ച് ഫർണിച്ചർ. ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഫർണിച്ചറുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഫുഡ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ആണ്, ലൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം അല്ലേ. ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ നമ്മുടെ മേശ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ പ്ലേറ്റ് വാങ്ങിക്കുന്നതോ ലൈറ്റ് വാങ്ങിക്കുന്നതോ ബിൽഡിംഗ് വാങ്ങിക്കുന്നതോ അങ്ങനെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പം ഞാനാണ് ഇവിടെ ബിസിനസ് നടത്തുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞാൻ ആരാണ്? ഞാനാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ ഞാൻ ബിസിനസ്സിൻ്റെ ഓണറാണ് അല്ലേ. ഞാൻ ബിസിനസ്സിൻ്റെ ഓണറാണ്. ബിസിനസ്സിൻ്റെ ഓണർ ഇതുപോലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ്? ബിസിനസ്സിൻ്റെ ഓണർ ഇതുപോലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ബേസിക് ടേം ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ക്യാപിറ്റൽ എന്താണ്? ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ബിസിനസ്മാൻ അല്ലെങ്കിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഞാൻ റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ് തുടങ്ങിയത്, അതുകൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ് എൻ്റെ ക്യാപിറ്റൽ. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ബുക്ക് സ്റ്റോൾ ആയിരിക്കും തുടങ്ങുന്നത്, എന്തെങ്കിലും ആവാം. ബുക്ക് സ്റ്റോളാണ് നിങ്ങളുടെ മനസ്സിൽ എക്സാമ്പിളായിട്ട് വന്നതെന്ന് വിചാരിക്കുക. അത് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ദ പേഴ്സൺ ഹൂ സ്റ്റാർട്ട് ബിസിനസ് ഈസ് കോൾഡ് as the ഓണർ ഓഫ് ദി ബിസിനസ്. എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ആരാണോ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഓണർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ആരാണ് ഇദ്ദേഹത്തെ? നമുക്ക് എന്തെന്ന് പറയാം? ഓണർ എന്ന് പറയാം. ഇവിടെ ആരാണിത്? ഞാനാണിത് അല്ലേ. ഞാനാണ് ബിസിനസ്സിന്റെ ഓണർ. അപ്പോൾ എന്നെ എന്തെന്ന് പറയാം? ഓണർ എന്ന് പറയാം. ഇനി നമ്മൾ പറയാണ് ടു സ്റ്റാർട്ട് ദ ബിസിനസ് ദ ഓണർ ഇൻവെസ്റ്റ് മണി അല്ലേ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓണർ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. പൈസ തന്നെ വേണമെന്നില്ല, പൈസയോ ഗുഡ്സോ എന്ത് കൈൻഡ് ആയാലും അദ്ദേഹം എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് അല്ലേ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ക്യാപിറ്റൽ പൈസയോ കൈൻഡോ ആവാം. ഇപ്പം ഞാനും എൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസയോടൊപ്പം ഈ ഒരു ഈ ടേബിൾ എൻ്റെ വീട്ടിലുള്ളതായിരുന്നു, നല്ലതായിരുന്നു, ഞാൻ ഒന്ന് മെയിൻ്റനൻസ് ഒക്കെ പണിയൊക്കെ നടത്തി വൃത്തിയാക്കിയെടുത്ത് അതും കൂടാണ് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടിട്ടാൽ എന്താണ്? ക്യാപിറ്റലായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറയാം? ക്യാഷും ഉണ്ട്, ടേബിളും ഉണ്ടെന്ന് പറയാം ഇല്ലേ. അങ്ങനെയും കൂടെ നമ്മൾ ആലോചിക്കണം. എപ്പോഴും ക്യാഷ് മാത്രമായിരിക്കില്ല എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് ക്യാഷ് മാത്രമല്ല വരുന്നത്. എന്തൊക്കെ വരാം? ക്യാഷ് വരാം, മെഷീനറി വരാം, ബിൽഡിംഗ് വരാം. എന്താണോ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ
ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ക്യാപിറ്റലിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദി ഓണർ. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആര് നടത്തിയ? ഓണർ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ടേംഡ് ആസ്, അതായത് ക്യാപിറ്റലിന്റെ മറ്റ് രണ്ട് പേരുകളാണ് ഓണേഴ്സ് ഇക്വിറ്റി അതുപോലെ തന്നെ നെറ്റ് വർത്ത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നെറ്റ് വർത്ത് എന്ന് ചോദിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആ നെറ്റ് വർത്ത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ക്യാപിറ്റലിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഓണേഴ്സ് ഇക്വിറ്റി അതുപോലെ തന്നെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിച്ചോളുക. ഓണേഴ്സ് ഇക്വിറ്റി, നെറ്റ് വർത്ത്, ക്യാപിറ്റൽ ഇവ മൂന്നും എന്താണ്? സെയിം തന്നെയാണ്. അത് എന്തായിരുന്നു? ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ടിനെ അല്ലെങ്കിൽ എന്താണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ, ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദി ലൈബിലിറ്റി ഓഫ് ദി ബിസിനസ്. മറന്നു പോകരുത്, ബിസിനസ്സിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ബിസിനസ്മാൻ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ ഇനി എന്നിലൂടെ അല്ല ആ ഒരു ട്രാൻസാക്ഷനെ വീക്ഷിക്കേണ്ടത്. എന്തിലൂടെയാണ്? ബിസിനസ്സിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. ബിസിനസ്സിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ബിസിനസ്സിലേക്ക് ഒരാൾ, പുറത്തുനിന്നുള്ള ഒരാൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വേറൊരാൾ ബിസിനസ്സിന് പൈസ തന്നു, ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അല്ലേ, ക്യാപിറ്റൽ തന്നു. അപ്പോൾ എന്താണ്? ഈ ബിസിനസ് ആ ആരുടെയോ പൈസ അല്ലെങ്കിൽ മറ്റൊരാളുടെ പൈസ വെച്ചിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഈ ബിസിനസ് ആരോട് ബാധ്യസ്ഥനാണ്? ഈ ക്യാപിറ്റൽ തന്ന ആളോട് അല്ലെങ്കിൽ ആ ക്യാപിറ്റലിനോട് ബാധ്യസ്ഥനാണ് അല്ലേ, തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു ലയബിലിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഒക്കെ പറയും. അവിടെ നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ പറയും. എന്താണ് സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ? ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത് നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ. സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾസ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ആ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റി ആയത്. കാരണം എന്താ? ബിസിനസ്സും ബിസിനസ്മാനും സെയിം ആയിരുന്നുവെങ്കിൽ ക്യാപിറ്റൽ ഒരു ലൈബിലിറ്റി ആവുമോ? ഇല്ല. ബിസിനസ്മാൻ ബിസിനസ്സിലേക്കാണ് ഇട്ട പൈസയാണ്, അത് രണ്ട് സെയിം ആണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ കിടക്കും. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവിടെ പറയുന്നുണ്ട് എന്ത്? ബിസിനസ് വേറെയാണ്, ബിസിനസ്മാൻ വേറെയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാനുള്ളതൊക്കെ നമ്മുടെ എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോൾ ക്യാപിറ്റലിനെ പറ്റിയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞു ബിസിനസ്മാൻ ഓണർ അല്ലെങ്കിൽ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലിന് മറ്റ് 2 പേരുകൾ നമ്മൾ പറഞ്ഞു, ഓണേഴ്സ് ഇക്വിറ്റി എന്നും നെറ്റ് വർത്ത് എന്നും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലയബിലിറ്റി ആണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ആ ഒരു ലയബിലിറ്റി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ക്യാപിറ്റൽ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് ക്യാപിറ്റലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, 2 തരത്തിലുള്ള ക്യാപിറ്റലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫിക്സഡ് ക്യാപിറ്റൽ, അതിന് മറ്റൊരു പേരുണ്ട് ലോങ് ടേം ക്യാപിറ്റൽ. ഓക്കെ, ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ. അപ്പൊ ലോങ് ടേം ഷോർട്ട് ടേം നമുക്ക് കിട്ടും. നിങ്ങൾ മറന്നു പോവാതെ ഇതുകൂടെ പഠിക്കുക. ഫിക്സഡ് ക്യാപിറ്റൽ എന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ക്യാപിറ്റലിനെ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? 2 ആയിട്ട് തരം തിരിക്കുന്നുണ്ട്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ എന്നും അതുപോലെ തന്നെ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്നും അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ എന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്നും. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിന്റെ 2 പേരുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തൊക്കെയായിരുന്നു? ഫിക്സഡ് ക്യാപിറ്റലും ലോങ് ടേം ക്യാപിറ്റലും. ഇനി എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ, ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഫിക്സഡ് അസറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഓണറായിട്ടിരിക്കുന്ന ബിസിനസ്സിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് എൻ്റെ റെസ്റ്റോറൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അതിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപയുടെ എന്ത് വാങ്ങിച്ചു? ഒരു ഫർണിച്ചർ വാങ്ങിച്ചു. 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ 10 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആ 2 ലക്ഷം രൂപ എന്ത് ക്യാപിറ്റലാണെന്ന് പറയാം? ഫിക്സഡ് ക്യാപിറ്റൽ ആണെന്ന് പറയാം. കാരണം എന്താണ്? അക്വയറിംഗ് ഫിക്സഡ് അസറ്റ് ഫോർ ലോങ് ടേം യൂസ്. എന്താണ്? ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് എന്ത് വാങ്ങിക്കുകയാണ്? ആ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട്
ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം മറന്നു പോരുത്, ലോങ് ടേം ക്യാപിറ്റൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫിക്സഡ് അസറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, ലോങ് ടേം എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിന്റെ യൂസ് എന്താണ്? ലോങ് ടേം നേച്ചറിലേക്ക് നമ്മൾ വാങ്ങിക്കുന്ന അസറ്റുകളല്ലേ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞു. അതായത് ബിസിനസിന്റെ ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. എന്താണ് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു ലോങ് ടേം എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഷോർട്ട് ടേം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ക്യാരി ചെയ്യാൻ, അതായത് ഡേ ടു ഡേ എക്സ്പെൻസുകൾ നമുക്ക് വരത്തില്ലേ നമ്മുടെ ബിസിനസ്സിൽ. ഒരു ദിവസം കുറേ എക്സ്പെൻസുകൾ നമുക്ക് ഡെയിലി വരുന്ന റെക്കറിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടല്ലേ, അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നേച്ചർ എന്താണ്? ഷോർട്ട് ടേം ആണല്ലേ. ആ ഒരു ദിവസത്തേക്കായിരിക്കും അത്രയും ക്യാപിറ്റൽ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാസത്തേക്കായിരിക്കും അത്രയും ക്യാപിറ്റൽ വേണ്ടി വരുന്നത്. ഒരിക്കലും ഒരു 1 ഇയറിനേക്കാൾ കൂടുതൽ അത് എടുക്കില്ല. എപ്പോഴും അവിടെ എന്തായിരിക്കും? ഷോർട്ട് ടേം നേച്ചറിലായിരിക്കും ഈ ക്യാപിറ്റലിന്റെ യൂസേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ ഡെയിലി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ എഗെയിൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. എന്താണെന്ന് നോക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഓൾ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. എന്താണ്? കറണ്ട് അസറ്റുകളുടെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. എന്തിൻ്റെയൊക്കെയാണ്? നമ്മുടെ കറണ്ട് അസറ്റിന്റെ ടോട്ടലും അതുപോലെ തന്നെ കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? ഈ ടോട്ടൽ കറണ്ട് അസറ്റ് മാത്രമാണ് എവിടെയുള്ളത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിലുള്ളത്. നെറ്റ് ആകുമ്പോഴത്തേക്കും അവിടെ എന്തെടുക്കും നമ്മൾ? നമ്മുടെ ടോട്ടൽ എന്തിൽ നിന്ന്? കറണ്ട് അസറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യും? ടോട്ടൽ കറണ്ട് ലൈബിലിറ്റീസ് മൈനസ് ചെയ്യും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ 2 തരത്തിലാണുള്ളത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. അതിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ്? ടോട്ടൽ കറണ്ട് അസറ്റും ടോട്ടൽ കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലയബിലിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ക്യാപിറ്റൽ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് ക്യാപിറ്റലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബിസിനസിന്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇവിടെയും എഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ എന്താണ്? ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലൈബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിഫറൻസ് എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ബേസിക് ടേം പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്.